ഇന്നത്തെ കുക്കിംഗ് അനിയത്തിയുടെ അവിടെയാണ് കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവിടെ ചെന്നപ്പോൾ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും സവാളയും കൂടെ കട്ട് ചെയ്ത് കടുക് വറുത്ത് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും സമയം നമുക്ക് വെറുതെ പാഴാക്കാനില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മെഴുക്ക് വരട്ടിക്കുള്ള വള്ളിപ്പയറും കട്ട് ചെയ്തിട്ട് അതും ഒരു ചട്ടിയിലോട്ട് ഇട്ടു കേട്ടോ. ഇതിനി വഴണ്ടി വരുന്ന ഒരു സമയം കൊണ്ട് ഞാൻ പോയി തേങ്ങ തിരുവി അനിയത്തി മീനും കഴുകാൻ പോയി. ആ ഒരു സമയം കൊണ്ട് തന്നെ ക്യാരറ്റൊക്കെ വഴണ്ടി വന്നു. പിന്നെ ഞാൻ കൂട്ടൊക്കെ തട്ടി ക്യാരറ്റ് തോരൻ റെഡിയാക്കി എടുത്തു. പിന്നെ മെഴുക്ക് വരട്ടിയിൽ സവാളയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് മെഴുക്ക് വരട്ടി റെഡിയാക്കി എടുത്തു. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ രസം വെക്കാനുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും തക്കാളിയും പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ലൊരു കുരുമുളകൊക്കെ ഇട്ട നല്ലൊരു രസം ഉണ്ടാക്കി. പിന്നെ അതാ മീനിനുള്ള കൂട്ടും അരച്ച് അതിനകത്തോട്ട് ചേർത്ത് കേട്ടോ. അത് ഓൾറെഡി ഞാൻ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത്. നെത്തോലി മീനായിരുന്നു. അങ്ങനെ അതും കൂടെ കലക്കി നമ്മൾ കൂട്ടൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ തട്ടി നമ്മൾ കൂട്ട് കലക്കി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ ഇതൊന്നും ഇരുന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓടിപ്പോയി അവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് പാത്രങ്ങളും കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ അടുപ്പിൻ്റെ പുറമെല്ലാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫൈനലായിട്ട് നമുക്ക് മീൻ മാത്രം പൊരിച്ചാൽ മതി. പിന്നെ ചോറൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതും പെട്ടെന്ന് ചെയ്തു. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ചക്ക കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും കൂടെ അത് പൊളിച്ചിട്ട് 1-2 ചക്ക അകത്താക്കുകയും ചെയ്തു കേട്ടോ. ഫൈനലായിട്ട് പിന്നെ മീൻ പൊരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും പൊരിച്ചിട്ട് ഞങ്ങളിതാ ചോറുണ്ണാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടാറ്റാ.